ഹായ് ഫ്രണ്ട്സ്, പുതിയ ഇൻഫോർമേറ്റീവ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുറച്ച് ഗ്യാപ്പായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുന്ന നിയമം അത് പൂർണ്ണ രീതിയിൽ വന്ന് അത് സർക്കുലർ വന്ന് അത് നടപ്പിലായതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, വീഡിയോ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഈ 20-ാം നമ്പർ വിസയിൽ നിന്നും 18-ലേക്ക് മാറുന്ന, ആദ്യം വിസയിൽ നിന്നും ഷൂളിലേക്ക് മാറുന്ന നിയമത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൂടെ സാലി സാഹിബ്, നമ്മളെ ഇവിടുത്തെ കുവൈത്തിലെ മന്ദൂബാണ്. സാലിക്കാവ് എന്തൊക്കെയാണ്? അതായത് ആക്ടിംഗ് മിനിസ്റ്റർ യൂസുഫ് സബാവിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു പല തീരുമാനങ്ങളും അദ്ദേഹം കൈക്കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് തന്നെ പ്രയോജനപ്പെടുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് 20-ാം നമ്പർ വിസയിലുള്ളവർക്ക് 18-ലേക്ക് കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഈ ഒരു മാറ്റം നിർത്തിവെച്ചിരിക്കുന്ന ഒരു ഇതായിരുന്നു. അത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വലിയൊരു തീരുമാനപ്രകാരം അത് യാഥാർത്ഥ്യമായി എന്ന് തന്നെ പറയാം. അപ്പം അത് ചെയ്യേണ്ടത് 20-ാം നമ്പർ വിസയിലുള്ള കഴിഞ്ഞ ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ കുവൈറ്റിലേക്കുള്ള കമ്പനികളിൽ നിന്ന് മാത്രമേ ഈ കമ്പനിയിലേക്ക് 18 അനുവദിച്ചിരുന്നുള്ളൂ. എങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത് 20-ാം നമ്പർ വിസയിലുള്ളവർക്ക് ഏത് കമ്പനിയിലേക്കും വേണമെങ്കിലും പോകാം എന്നുള്ള ഒരു തീരുമാനമാണ്. കുവൈറ്റികൾക്ക് അതാത് സ്പോൺസർക്ക് കമ്പനി ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഈ 20-ാം നമ്പർ വിസയിലുള്ളവർ ഏത് കമ്പനിയിലേക്കും അവർക്ക് മാറ്റം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പം നിലവിൽ നിയമമുള്ളത്. അതിനായിട്ട് 20-ാം നമ്പർ വിസയിലുള്ള നിലവിലുള്ള സ്പോൺസർ എല്ലാ ജവാസത്തെ, അതായത് പാസ്പോർട്ട് ഓഫീസിലൊരു ഫോമുണ്ട്. ഈ ഫോം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഈ ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അതാത് ഗവർണറേറ്റിൽ ഏത് ഗവർണറേറ്റിലാണോ ഈ കുവൈറ്റ് ഉള്ളത്, ഈ സ്പോൺസർ ഉള്ളത്, ആ ഗവർണറേറ്റിലേക്ക് പോയി, അതായത് മെയിൻ ഗവർണറേറ്റിലേക്ക് മാത്രമേ ഇത് അനുവദിക്കുന്നുള്ളൂ. ഇപ്പോൾ അവിടെ പോയിട്ട് സാധാരണ ടൈപ്പ് ചെയ്യുന്ന ആ സ്ഥലങ്ങളിൽ പോയി, അവിടെ എല്ലാ സ്ഥലങ്ങളിലും ടൈപ്പിംഗ് സെൻറ്ററും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നവരും ഉണ്ടാവും. അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പാസ്പോർട്ട് ഓഫീസിലേക്കുള്ള ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ റിക്വസ്റ്റ് ഫോമുണ്ട്. അതായത് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തലബ് എന്ന് പറയും. ജവാസത്തിൻ്റെ തലബ് ആണ് അടിച്ച് ഈ 20-ൽ നിന്നും 18-ലേക്ക് മാറ്റം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഫോമിൻ്റെ അകത്ത് നിലവിൽ ആദ്യം അടിക്കേണ്ടത് അവരുടെ ഈ എംപ്ലോയിയുടെ, അതായത് 18-ലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡീറ്റെയിൽസാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കോളത്തിൽ എന്ന് പറയുന്നത് ഏത് കമ്പനിയിലേക്കാണോ ഈ എംപ്ലോയി പോകുന്നത് ആ കമ്പനിയുടെ ഡീറ്റെയിൽസാണ് രണ്ടാമതായിട്ട് അടിക്കേണ്ടത്. മൂന്നാമതായിട്ട് പുതിയതായിട്ട് പോകുന്ന സ്പോൺസറുടെ സിഗ്നേച്ചർ വേണം. അതിൻ്റെ തൊട്ട് താഴെ ഈ പഴയ നിലവിലുള്ള സ്പോൺസറിൻ്റെ സിഗ്നേച്ചറും ഇട്ടുകൊണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെ കോപ്പിയും സിവിൽ കോപ്പിയും സ്പോൺസറുടെ സിവിൽ കോപ്പിയും നിലവിൽ പോകുന്ന കമ്പനിയുടെ ഈത്തിമ തൊക്കിയ അഥവാ സിഗ്നേറ്ററി എന്ന് പറയുന്ന അതുകൂടാതെ ഈ 20-ൽ നിന്ന് 18-ലേക്ക് പോകുമ്പം ഷൂണിലേക്ക് പോകുമ്പം ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, എംപ്ലോയറും തമ്മിലുള്ള കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റിൻ്റെ കോപ്പിയും ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടിയും ഒപ്പിട്ട ആ കോൺട്രാക്റ്റും ബാക്കി കമ്പനിയുടെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ സ്പോൺസറിൻ്റെയും സിവിലിയുടെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജവാസത്തിൽ ആദ്യം റിസപ്ഷനിൽ പോവുക. റിസപ്ഷനിൽ പോയിട്ട് അത് അവിടുന്ന് നമ്പർ എടുത്തിട്ട് അവിടെ റിസപ്ഷൻ കൗണ്ടർ സ്റ്റാഫിൻ്റെ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവരവിടുന്ന് സീൽ ചെയ്ത് തരും. അതിനുശേഷം എല്ലാ മാഫിത ജവാസത്തുകളിലും ഒരു മുദീറുണ്ടാവും. മുദീർ എന്ന് പറയുന്നത് ഒരു മാനേജർ ഉണ്ടാവും. ആ മാനേജറിൻ്റെ അടുത്ത് പോയി സൈൻ വാങ്ങി വീണ്ടും നമ്മൾ എല്ലാ ഈ ജവാസത്തിലും ഒരു സെക്രട്ടറിയെയും കാണും. സെക്രട്ടറി സെക്ഷനിലാണ് ഇത് മാറ്റാൻ വേണ്ടി കൊടുക്കാനുള്ള അപേക്ഷ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അവരത് പരിശോധിച്ച് അവിടുന്ന് തന്നെ ഈ 20-ാം നമ്പർ വിസയിലുള്ള ആൾ MOയുടെ ഈ 18-ലേക്ക് പോകുന്നതിന് ജവാസത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ള ക്ലിയർ പേപ്പറാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ആ ക്ലിയർ പേപ്പർ അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ആ പേപ്പർ ലഭിക്കും. ആ പേപ്പറാണ് അവിടെ നിന്ന് നേരിട്ട് നമ്മുടെ കയ്യിൽ തരത്തില്ല. അതിൻ്റെ ഒരു സെറ്റ് നമ്മൾ മൊത്തം കൊടുക്കുന്ന ഫോമുണ്ടല്ലോ, മൊത്തം കൊടുത്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഒരു സെറ്റ് കോപ്പിയും കൂടെ നമ്മൾ എടുത്തുകൊണ്ട് പോകണം. 2 സെറ്റ് കോപ്പിയാണ് വേണ്ടത്. ഈ ക്ലിയർ പേപ്പർ നമ്മുടെ കയ്യിൽ തിരിച്ചവർ തരത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു കോപ്പി 2 സെറ്റ് കോപ്പിയാണ് ഈ രണ്ടിൻ്റെയും എടുക്കേണ്ടത്. നമ്മൾ ഏതൊക്കെ സാധനം അവിടെ കൊടുക്കുന്നോ ആ കാര്യങ്ങളുടെ എല്ലാം കോപ്പിയും നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിന് പോകുന്ന സമയത്ത് നിലവിലുള്ള സ്പോൺസറിനെയും കൊണ്ടുപോയെങ്കിൽ മാത്രമേ, സ്പോൺസറിനെയും മന്ദൂപ്പും കൂടെ പോയി കഴിഞ്ഞാൽ
കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അവിടുന്ന് കഴിഞ്ഞ് ഈ ക്ലിയറൻസ് പേപ്പർ നമുക്ക് ലഭിക്കും. അതിനുശേഷം ഈ ക്ലിയറൻസ് പേപ്പർ നമ്മുടെ കയ്യിലല്ല തരുന്നത്. അതവർ അതാത് മാൻ പവർ അതോറിറ്റിയുടെ ഈ മഹാഫിൽ എല്ലാ ഗവൺമെൻറ്റിലും ഈ പാസ്പോർട്ട് ഓഫീസ് കൂടാതെ തന്നെ സിവിൽ മാൻ പവർ അതോറിറ്റിയുടെ ഓഫീസും ഉണ്ടാവും. അവിടേക്കാണ് അവർ അയക്കുന്നത്. ഇപ്പോൾ എല്ലാ കമ്പനി അഹമ്മദി മാൻ പവർ ഓഫീസുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആസ്മ മാൻ പവറിൻ്റെ ഓഫീസുണ്ട്, ജഹറാജ്. അപ്പോൾ അതാത് ഏത് കമ്പനിയുടെ ഫയൽ എവിടെയാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അവിടേക്കാണ് ഈ ഫയൽ അവിടെ വിടുന്നത്, ഈ ജവാസത്തിൽ നിന്ന് വിടുന്നത്, പാസ്പോർട്ട് ഓഫീസിൽ വിടുന്നത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പോകുന്ന കമ്പനിയുടെ മന്തൂപ്പാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഈ എംപ്ലോയിക്കോ ഈ എംപ്ലോയറിനോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവ് ആകേണ്ട കാര്യമില്ല. അതിനുശേഷം ഒരു മിനിസ്ട്രിയുടെ പുതിയ മാൻ പവർ അതോറിറ്റിയുടെ ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഇലക്ട്രോണിക്സിലൂടെ വരുന്ന ഒരു ഫോം നമ്മൾ പോയിട്ട് സൈൻ ചെയ്തിട്ട് അത് വീണ്ടും ബാക്കിയുള്ള പ്രോസസ്സിങ്ങിലൂടെ അവർ മന്തൂപ്പ് തന്നെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കും. ഫീസ് എന്ന് പറയുന്നത് നിലവിൽ ട്രാൻസ്ഫറിനുള്ള അതേ ഫീസ് തന്നെയാണ്. 60 KD നിലവിലുള്ള ഫീസ്. ആ ഒരു 60 ദിനാറും അത് ഇവരുടെ തന്നെ കമ്പനിയുടെ തന്നെ യൂസറും പാസ്വേഡും ഉള്ള അതിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം ഈ പേയ്മെൻറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം അവർക്ക് വർക്ക് പെർമിറ്റും എടുക്കാം. ഇനി നിലവിൽ ഇത് പൂർത്തീകരിച്ച് ഈ ഫിംഗറിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാരണം എല്ലാവരും ഇപ്പം ബയോമെട്രിക് എടുത്തതുകൊണ്ട് റീസെൻ്റായിട്ട് എടുത്തതാണ്. അപ്പം 3 മന്തിനുള്ള ആ ഒരു പീരീഡിൽ തന്നെ ആ ഈ ബയോമെട്രിക് എടുത്തുകൊണ്ട് സിസ്റ്റത്തിൽ പുതുതായിട്ട് എടുക്കേണ്ടതായിട്ട് വരത്തില്ല ആർക്കും. അപ്പോൾ പിന്നെ മെഡിക്കൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അത് ആദ്യം ഈ 20 നിന്നും 18 പോകുന്ന ഒരു കരാർ ഇറങ്ങിയപ്പോൾ ഒരു മെഡിക്കലിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ വീണ്ടും മെഡിക്കൽ എടുക്കണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ വിസ ഇവരുടെ വർക്ക് പെർമിറ്റ് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഇവരുടെ വിസ അടിക്കുന്ന ഈ പാസ്പോർട്ട് ഓഫീസിൽ തന്നെ ആയിരിക്കും. അപ്പം മാത്രമേ ഇതിനൊരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അത് ആ രീതിയിൽ തന്നെയാണ്. ഇപ്പം നിലവിലുള്ള സാഹചര്യം ഇങ്ങനെ രീതിയിലാണ്. 20 നമ്പറിൽ നിന്നും 18 മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഇതിൽ വേറൊരു സംശയം കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഒരു കഫീലിൻ്റെ അടുത്ത് ഇത്ര വർഷം നിൽക്കണം എന്നുള്ള ഒരു നിബന്ധന ഇതിലുണ്ടോ? അത് ഈ കരാർ ഇറങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഒരു കഫീലിൻ്റെ 1 വർഷം പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ഈ ഒരു മാറ്റം അനുവദിക്കുകയുള്ളൂ. അതായത് ഇപ്പം ഒരാൾ ഒരു നാട്ടിൽ നിന്നും പുതുതായിട്ട് ഒരു ഡൊമസ്റ്റിക് മേഖല 20 നമ്പർ വിസയിലുള്ള ഒരു കുവൈറ്റിയുടെ കീഴിൽ വരുന്നതാണ്. ആ 20 നമ്പർ വിസയിൽ വന്ന ആ കുവൈറ്റിയുടെ, അതായത് ആ സെയിം കുവൈറ്റിയുടെ 1 വർഷം പൂർത്തീകരിക്കണം എന്നുള്ള നിബന്ധനയുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മൾ പുറത്തുനിന്നാണ് ഇവർ ഈ കുവൈറ്റിൽ നിന്നുകൊണ്ടാണ് വേറൊരു സ്പോൺസറിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും 1 വർഷം ആ സ്പോൺസറിൻ്റെ കീഴിൽ പൂർത്തിയാകണം എന്നുള്ള നിബന്ധനകൾ മാത്രമേ നിലവിലുള്ള ആ നിയമത്തിൽ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രൊജക്റ്റ് വിസ, പിന്നെ മറ്റേ നമ്മളെ മസ്റ വിസ, മുബാറക് കബീർ, ഇതൊക്കെ ഈ സൂണിലേക്ക് മാറ്റാനുള്ള അവസരമുണ്ട്. ഈ നിയമം ഇപ്പം പറയുന്നത് 20 നമ്പർ വിസയിൽ നിന്നും 18 മാത്രം ഉള്ള മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. വേറെ ഒരു തരത്തിലുള്ള കാറ്റഗറിയിലുള്ളവർക്കും 18 വരാനുള്ള ഒരു അവസരം ഈ നിയമത്തിൽ പറയുന്നില്ല. അങ്ങനൊരു നിയമം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നത്.